എന്തോടാ ചിരിക്കുന്നേ? എന്തോ ചിരിക്കുന്നേന്ന്? എന്തോന്ന് പതുക്കെ? ഇടാ അവിടെ. ഡാ, എന്തിനാ കൊച്ചു നിന്റെ ചൗക്കുറ്റി കടിച്ചേ? ചുമ്മാ ചൗക്കുറ്റി കടിക്കുവോ? ഞങ്ങളങ്ങനെ ഈ തമാശയൊക്കെ പറയുമ്പോൾ ആ കൊച്ചങ്ങനെ പിന്നെ ഭയങ്കര ഇഷ്ടം കൂടുമ്പോൾ അടിക്കും. ഓഹോ, തമാശയ്ക്കും ഇഷ്ടം കൂടുമ്പോഴൊക്കെ ചൗക്കുറ്റി കടിക്കുവാ? ആ അങ്ങനെ ഇഷ്ടം കൂടുമ്പോൾ അങ്ങനെ അടിക്കുന്നത്. കൊച്ചു പിള്ളേരല്ലേ അമ്മൂമ്മ, അങ്ങനെ ചുമ്മാ ഓരോന്ന് കാണിക്കാൻ വിട്ടുകളയണം. കൊച്ചു പിള്ളേരോ? ആ കൊച്ചിനെ കണ്ടാലേ നിന്നെക്കാട്ടി പ്രായം തോന്നിക്കുമല്ലോ. അയ്യോ അല്ലല്ല, സെയിം പ്രായം. അതുകൊണ്ടാണോ നിന്നെ അടിച്ചത്? കേശു, എന്തോ കുഴപ്പമുണ്ട്. എൻ്റെ മുടി നരച്ചിരിക്കുന്നതേ വെയിൽ കൊണ്ടിട്ടല്ല, പ്രായത്തിന്റെ നിരയാ. നീ എന്തെങ്കിലും അനാവശ്യം ആ കൊച്ചിനോട് പറഞ്ഞു കാണും, അതാണ് ആ കൊച്ചു നിന്നെ അടിച്ചത്. അയ്യേ അല്ലേ, ഇതിന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്താ കേശു അല്ല അമ്മ പോണെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്താ തിരിച്ചു വന്നത്? ആ, തിരിച്ചു വരണമെന്ന് തോന്നി. അല്ല അതെന്താന്ന് ചോദിച്ചത്? എന്തെങ്കിലും കാരണങ്ങൾ കാണും. അല്ലാതെ തന്നെ അമ്മൂമ്മ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, ഞാൻ പോയി ജംഗ്ഷനിൽ കൊണ്ട് വിടാം. പോവാ. നീ എൻ്റെ കൂടെ വരണ്ട. എന്തെങ്കിലും വയ്യായോ ഉണ്ടോ അമ്മക്ക്? എനിക്കൊരു വയ്യായിക ഇല്ല. അല്ല അവിടെ എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞില്ലേ അമ്മ ബാഗ് കൊടുത്ത് ഇറങ്ങിപ്പോയത്? ആ, അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എന്ത് കാണാൻ പറ്റി? നിന്നെ കാണാൻ പറ്റി? എന്നെ കാണാൻ പറ്റി? ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു അമ്മ, അപ്പോൾ അമ്മൂമ്മ ഇവിടുന്ന് അങ്ങോട്ട് വന്ന്, അപ്പോഴാണല്ലോ എന്നെ കാണാൻ പറ്റിയത്. നിന്നെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യം എന്താ? ആവശ്യമില്ല. എന്താ ആവശ്യമുള്ളേ? എന്താമ്മ? അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ കണ്ടത്. ഓഷോ, നിങ്ങൾ അമ്മമ്മയും കൊച്ചുമോനും പറയണ കേട്ടിട്ട് എനിക്ക് തന്നെ തലയ്ക്ക് പരി വെക്കാണ്. എൻ്റെ ഫോൺ എവിടെയാടാ? കണ്ടില്ല. മാമേ, അല്ല മാമി പോയില്ലേ? ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ, അങ്ങനെ വേണം. ഇവിടെ കുടുംബത്തിലെ കാര്യം മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണ്. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. മാമി, ഞാൻ ഒരു കാര്യം പറയാം. ഇവരൊരു പുതിയ വീട് വെക്കേണ്ട കാലം അതിക്രമിച്ചു. അതെ, ഇവിടുന്ന് കുറച്ച് മാറി ഒരു 10 സെൻറ്റ് വസ്തു വാങ്ങിക്കാം. വീട് വയ്ക്കാൻ വേണ്ടി നമുക്ക് ലോൺ എടുക്കാമല്ലോ. അതുപോലെ ഇപ്പോൾ എഞ്ചിനീയർ അടുത്തില്ലേ ജോലി അണ്ണനെ. മാമി എന്തെങ്കിലും നോക്കണത്? ഇങ്ങോട്ട് നോക്കണം. എഞ്ചിനീയർ അടുത്തൊരു ജോലി, അവിടെ ഇഷ്ടം പോലെ പണിക്കാരും ഉണ്ടല്ലോ, ഒക്കെ നമുക്ക് ലാഭത്തിലൊക്കെ വയ്ക്കുകയും ചെയ്യാം. അത് പോയിന്റാണ്. ആ, പിന്നെ മാമിയുടെ പടവലത്തിൻ്റെ കാര്യം മാമി പേടിക്കേ വേണ്ട. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയാം, അണ്ണന് കുറച്ച് പണിക്കാരുമായിട്ട് അവിടെ വന്നല്ല ശരിയാക്കും. ചിറ്റപ്പാ, അവിടുത്തെ പെയിൻ്റൊക്കെ ഒരുമാതിരി കുഴപ്പമില്ലായിരിക്കുകയാണ്. ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ട്, അവിടെ അത് മാറ്റാൻ നിൽക്കണം. ആ, എന്താ വേണ്ട? ശരി. പോളിലെ ഡ്രസ്സൊക്കെ മാറ്റി ബാക്കി കൊണ്ട് അപ്പുറം വെക്കട്ടെ. ഞാൻ പോണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മൂമ്മയുടെ മൂഡ് എന്തോ അങ്ങോട്ട് ശരിയല്ല. കഴുതേ, മിണ്ടി പോരുത് കേട്ടോ. നീ ന്യായം പറയാൻ വന്നേക്കുന്നോ? എന്തൊരു കാര്യം? അവൻ ഇച്ചിരി വലിയ ആളായിപ്പോയെന്ന് അവന്റെ വിചാരം. ശരിയാക്കി കൊടുക്കാൻ ഞാൻ. അമ്മയ്ക്ക് മനസ്സിൽ വല്ല ദേഷ്യമുണ്ടോ? അത് പറഞ്ഞു തീർക്കാനാണോ തിരിച്ചു വന്നത്? നീലു, നീ കാര്യം അറിയാതെ ഓരോന്ന് പറയല്ലേ. നീ നിന്റെ ജോലി നോക്കി അപ്പുറത്തെ കാണാൻ പോയേ. അതുകൊള്ള ശ്രീകുട്ട എവിടെയോ എന്തോ. അയ്യോ, അത് മുറി അടച്ച് അതിനകത്ത് കയറി ഇരിക്കുമായിരിക്കും. അല്ല എന്തുവാ? എന്താടാ അച്ഛനെപ്പോലെ കള്ളച്ചിരിയായിട്ട് പറഞ്ഞേ? അത് പിന്നെ ഒരു തമാശ. എന്ത് തമാശ? ഭയങ്കര തമാശ. ആ തമാശ നടന്ന സമയത്ത് നമ്മുടെ അമ്മൂമ്മ അത് കണ്ടോണ്ട് വന്ന് അമ്മൂമ്മ തെറ്റിദ്ധരിച്ച്. അതെന്ത് തമാശയുടെ? അമ്മൂമ്മ തെറ്റിദ്ധരിക്കാൻ പറ്റിയ തമാശ അതാ. ശരി, ഫോൺ വഴി അയക്കേണ്ടതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞേ. ഒരു 10,000 ഞാൻ തരുന്ന നമ്പറിലോട്ടൊന്ന് അയക്കാമോ? ഓ, അയക്കാം. ആ, ഞാൻ നാളെ തരാം. എന്ത് തമാശ അമ്മൂമ്മ കൊണ്ട് തെറ്റിദ്ധരിച്ച്? തമാശ ഞാൻ പറഞ്ഞില്ലേ. തമാശ എന്ന് പറയുമ്പോ സംഭവം എന്താണ്? പ്രശ്നം എന്താണ്? എന്താണ് പ്രശ്നം? പ്രശ്നമല്ലേ മാമ? അമ്മമ്മ അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ ഈ തമാശ കൊണ്ട് തെറ്റിദ്ധരിച്ചതാ അമ്മൂമ്മ. കാര്യം പറയടാ അങ്ങോട്ട്. അമ്മൂമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലേ, പുറത്തോട്ട് പോയില്ലേ, പടവലത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയില്ലേ. ആ സമയത്ത് ഞാൻ അപ്പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് വളരെ യാദൃശ്ചികമായി മെർലിനെ കണ്ട്. അപ്പൊ മെർലിനെ കണ്ട കൊച്ചിനെ കണ്ടു. അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. ടെൻഷൻ അടിക്കണ? അല്ല, ടെൻഷൻ ഞാനിങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞപ്പോഴേ ഞങ്ങളങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തമാശ പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പം വെള്ളി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടി. അങ്ങനെ തട്ടിയപ്പോ അമ്മൂമ്മ വിചാരിച്ച് എന്നെ അടിക്കുകയാണ്. നീ തമാശ പറഞ്ഞപ്പോ മെർലിൻ നിന്റെ ചേട്ടത്തടിച്ചാ? എന്തുവാടാ ഒന്ന് പിറുപിറുക്കുന്നേ? ഒരുമാതിരി തമാശ കാണിച്ചോണ്ടല്ലോ, അങ്ങേ ചവിടും കൂടെ അടിച്ച് ഞാൻ പൊളിക്കും കേട്ടാ.
എന്താ തമാശ. എൻ്റെ ഒരു തമാശ. കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ ഇവിടെ വന്ന് വളച്ചൊടിക്കുവോ അല്ലയോ? ഞാനൊന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ചതാ. ഇവൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, എന്തോ മെർലിൻ. എന്ത് കുന്തായാലും ആ കൊച്ചിവൻ്റെ ചെവുക്കുറ്റിക്ക് ഒറ്റ അടി. അയ്യോ മണ്ടഞ്ചിരി ഇരിക്കണം. അല്ല കളിക്കടിച്ചത്. കളിക്കടിച്ചതാ. അവൻ്റെ ചെവുക്കുറ്റിക്ക് അടിക്കാൻ ഞാനത് കണ്ടോണ്ടി എല്ലാം കൂടെ ചെയ്തു. കിട്ടിയല്ലേ? ആ കൊച്ചിന്റെ തന്നെ കിട്ടിയല്ലേ? ഞാൻ ഇത് പ്രതീക്ഷിച്ച മാമ എന്തിന് അമ്മൂമ്മ? എന്തോ അമ്മൂമ്മ? അല്ല ആ കൊച്ചിന് ചെവിക്കുറ്റിക്ക് അടിക്കണം. ഇവ ആ കൊച്ചിവിടെ വരാറുള്ളതാണല്ലോ. ഇവിടെ വന്ന് തമാശയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പോകാറുള്ളതാ. പിന്നെ അടിക്കണ്ടായിരുന്നു എന്താ? തമാശക്ക് അടിച്ചിട്ടാന്നോ ആ കൊച്ചു മുഖം വീർപ്പിച്ച് കെട്ടിക്കൊണ്ട് പോയത്? ഒരടിയും കൊടുത്തേച്ച്. ആ കൊച്ചിന് നിന്റെ മുഖത്തടിക്കണം എന്താ അധികാരം? അമ്മ ഞാൻ പറഞ്ഞില്ലേ, അത് ചുമ്മാ. അതായത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ മാമ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ് എന്തോ ഒരു വാക്തർക്കമായി. അടി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു. വീരശൂര പരാക്രമം. അല്ല മാമ, വീരശൂര പരാക്രമിയാണ് ആണുങ്ങളെ അടിപിടിക്കാത്ത പോരെ. പെൺകുട്ടിയിൽ അടിച്ച പ്രശ്നമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് അടിക്കാം. ആണ്ട് മാത്രമല്ല, എന്റെ ഫ്രണ്ടാണല്ലോ. ഏത് ഫ്രണ്ടായാലും ആരും ആരെ അടിക്കൊന്നും വേണ്ട. അമ്മൂമ്മ, ഇത് പഴയ കാലമൊന്നുമല്ല, കാലം മാറി. കാലം മാറിയതുകൊണ്ട് ചേട്ടത്തടിക്കാമെന്നോ? എനിക്കതല്ല, ആ കൊച്ച് ഭയങ്കര പാവൊരു കൊച്ചാണ്. ആ കൊച്ച് ഇവന്റെ ചേട്ടത്ത് അടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതാ എൻ്റെ സംശയം. തക്കതായ എന്തോ കാരണമുണ്ട്. അതെന്തോ നിയമം പറയട്ടെ. പറയടാ കേശു, എന്തെന്ന കാര്യം? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം. നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതേ പഴയ കാലമൊന്നുമല്ല, വളർന്നു വരുന്ന കുട്ടികളാ. ചെറിയ കാര്യം മതി വലുതാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ തന്നെ വഴക്ക് വലുതാക്കും തോന്നുന്നല്ലോ. വഴക്കല്ല, ഇത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമാണ്. നീ ചെയ്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം, വേറെ എന്തെങ്കിലും ഇതാണ്, നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അത്. അതുകൊണ്ടാണ് ചോദിക്കണേ. മാമ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു അടി എന്നുള്ളത് വലിയ അടിയിലേക്ക് മാറി, അത്രേ ഉള്ളൂ. അവള് ബോധവും പഠിപ്പൊക്കെ ഉള്ള കുട്ടി തന്നെ. പക്ഷെ നമ്മുടെ എൻ്റെ അത്രയും ലോകവരല്ലല്ലോ. ആർക്ക്? അവക്ക് ലോകവരുണ്ട്. അതുകൊണ്ടാണ് നിന്നെ അടിച്ചത്. അടി കിട്ടിയില്ലേ? അതുകൊണ്ടാണ്. അടിയല്ലെന്ന് തോണ്ടിയത്. തോണ്ടി. മാമ ചുമ്മാ ഈ അവസരത്തിൽ തമാശ അടിക്കല്ലേ. അല്ല നീ ഇപ്പൊ കേട്ടാ എന്താ ചുമ്മാ അവയവം കാണിക്കല്ലേ. പോവല്ലേ? അമ്മ എന്ത് പോണ്? ഞാൻ ആ മെറിലിനെ ഒന്ന് വിളിക്കാൻ പോവാ. അതിന് അമ്മയുടെ മെറിലിന്റെ നമ്പർ ഇടുന്നു. നിന്റെ ഫോണിൽ മെറിലിന്റെ നമ്പർ ഉണ്ടല്ലോ. എന്റെ ഫോണോ? അത് നിന്റെ ഫോണായത്. അമ്മ വിളിക്കില്ല. അമ്മ എന്തിനാ ചുമ്മാ നാണം കെടുത്തു. ഇത് എന്തോ പ്രശ്നം തോന്നുന്നു ഇവിടെ ബഹളം. വല്ല പെമ്പിള്ളേരെന്ന് അടിയും കൊണ്ടിട്ട് വന്നേക്കാ. പെമ്പിള്ളേരെ ആര്? കേശുവാ? അയ്യേ മക്കളെ നിന്നെ ആരുടെ അടിച്ചത്? ഫ്രണ്ട് ഇറ്റപ്പാ. എന്നാലും നാണക്കേടൻ. അല്ല അണ്ണ അറിഞ്ഞ ചുമ്മാ ആണെന്ന് പറയല്ലേ. എല്ലാവരും ഇത് വലിയ പ്രശ്നമാക്കും തോന്നുന്നില്ല. പിന്നെ ഇത് പ്രശ്നമല്ലേ, ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചിറ്റപ്പ ചുമ്മാ നാണക്കേടാവൂത്. നിന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്കാണ് നാണക്കേട്. ലച്ചുവും ഗൗരി അറിഞ്ഞോണ്ടല്ല. ആ ഗൗരി അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഗൗരി എന്തായാലും അറിയും. മാമ ഇത് വലിയ പ്രശ്നമാവും. ആദ്യം ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കുക. മാമ, ചിറ്റപ്പാ, അമ്മ, ഇത് ഞാനും അവളും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആദ്യം അങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ലച്ചു ചേച്ചി അവളെ ഇവിടെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ലച്ചു ചേച്ചിയുടെ അടിയായി. നിർത്ത്. അതെന്തിനടേ നീ ലച്ചുമായിട്ട് അടിയാവണത്? അല്ല, ഇവരങ്ങനെയാണ്. സ്നേഹത്തോടെ നിൽക്കുകയും ചെയ്യും, നിന്ന് ഇപ്പിൽ കീരിയും പാമ്പും ആവുകയും ചെയ്യും. ബാക്കി പറ. എന്നിട്ട് എന്തായി? എന്നിട്ട് അങ്ങനെ നമ്മളെ അടിയായി, ഉന്തും തള്ളുമായി. ഞാൻ തറയിലൊക്കെ വീണ്. അങ്ങനെ ഫുൾ അടിയായ സമയത്ത് മെർലിൻ പറഞ്ഞ് ഇത് ഭയങ്കര അലമ്പ് കുടുംബമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ? എന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ? ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മായി പെട്ടെന്നേ രോക്ഷാകുലിയായി വെള്ളൻ്റെ കൊങ്കി പിടിച്ചത് ഇവിടെ ചേർത്തങ്ങ് നിർത്തി. ഭാഗ്യത്തിന് അമ്മായി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ മെർലി ഇറങ്ങി ഓടി. എൻ്റെ ഭഗവതി, എന്തൊക്കെയാടാ കേശു ഇവിടെ നടക്കണത്? നിനക്ക് അടി കിട്ടിയ കാര്യം പറയടാ. അത് അന്ന് നടന്നതിൻ്റെ അനുബന്ധം. ഏതിൻ്റെ അനുബന്ധം? അന്ന് അടിയുണ്ടായില്ലേ, അതിൻ്റെ അനുബന്ധമായിട്ട്. കേശു, വേണ്ടാന്ന് വെച്ചോളാം ഞാൻ നിന്നെ. കേട്ടല്ലോ, വല്ലയിടത്തും കിടക്കുന്ന പെമ്പിള്ളേരെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചിട്ട് വരും. എന്നിട്ട് അവരുടെ ഇന്ന് അടി വാങ്ങിച്ചിട്ട് വന്നേക്കാം അവൻ. ഞാനേ ആ കൊച്ചിനൊന്ന് വിളിക്കട്ടെ.
വീണ ഇത്രയും കാലേ അച്ഛനെ കൊണ്ട് അനുഭവിച്ചല്ലോ, ഇനി മോനെ കൊണ്ട് അനുഭവിച്ചോ. ഒന്ന് മിണ്ടായിരിയമ്മ. എനിക്ക് തോന്നണതേ ആ കൊച്ചും ഇവനും തമ്മിൽ എന്താ ഇഷ്ടത്തിലാണെന്നാണ്. അയ്യോ ആണോ? എനിക്കറിയില്ല. എന്നിട്ടാണോ ആ പെണ്ണ് അവനെ അടിച്ചത്? അതും എനിക്കറിയില്ല. ചേട്ടത്തി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. ഇവിടെ എത്രയോ കുടുംബമുണ്ട്, പക്ഷെ 6 മാസം കൂടുമ്പം തൊട്ടടുത്തുള്ള വീടുമായിട്ട് അടി കൂടുന്ന ഒരൊറ്റ കുടുംബമല്ലേ ഉള്ളൂ. അത് ഈ കുടുംബമാണ്. എന്ത് ചേട്ടത്തി അങ്ങനെ? ഗൃഹനാഥൻ നന്നായിട്ടിരിക്കുന്നു. അറിയില്ലേ അങ്ങനെ? ശൂലംകുടി ബാലേന്ദ്രൻ തമ്പി എന്നാ പേര്, അറിയോ? വീഴ്ച. അമ്മോ അയ്യേ, ജോലി ചെയ്യാൻ വയ്യാ, മടുത്ത്. അയ്യോ, നീക്ക് എന്താ എൻ്റെ കൂടെ മുറിയിൽ സംസാരം? നമ്മളെ കുഴി ഇറക്കാനുള്ള പരിപാടി ഇല്ലേ? ഇനി എന്തോന്ന് കുഴിയില്ല, അത് കുഴിയിലായിരിക്കല്ലേ. മോൻ്റെ സംഭവം വല്ലതും അറിഞ്ഞാ? വേണ്ട സംഭവം, എന്തൊരു സംഭവം? ഇവിടെ അറിയുമ്പോൾ കിടന്ന് ചാടി പൊടിക്കാനൊന്നും വേണ്ട. പറയടേ, കാര്യം പറയടേ. അടിയിട്ടി. ആർക്ക് അടിയിട്ട്? മോന്. കേശുനാ? ഓഹോ, കേശുവേ, ആരടിച്ചത്? എന്താ ഇവിടെടാ, എന്താ ഞാനാടാ അടിച്ചത്? അയ്യോ, അത് അടിയെന്നൊന്നും പറയല്ല ചാ, ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ. ജസ്റ്റ് തട്ടിയതല്ല. പറയടാ, സത്യം പറ, ആടാ അടിച്ചത്? ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും കേൾക്കുമ്പോഴേ ചാടി കടിക്കാൻ വരും. അതുകൊണ്ടാണ് ഇവനിങ്ങനെ ആയിപ്പോയത്. ആരടാ അടിച്ച? നിന്നെ അടിച്ച ആരടാ? മതിയാ ചോദിച്ചത്? മതിയാ? ഇങ്ങനെയാണ് ചോദിക്കാൻ. ഇതുപോലെ ചോദിച്ചാണ് ദാ ഒരുത്ത ഇങ്ങനെ ആയിപ്പോയത്. യേശുവേ, നീ അടിയും കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നാടാ? പഞ്ചപുച്ഛമടക്കി വന്നു. അത് ആരടിച്ചത്? തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരാളായിപ്പോയി. അത്ര വലിയാണെങ്കിൽ എഴുന്നൊരു കടിയെങ്കിലും കൊടുക്കട്ടാടാ. എന്നാ കിടിലത്തിന്റെ പേര് പറയട്ടാ, മെർലിൻ. ഓ, ഇവിടെ വരണ വെച്ചു, ചായക്കെ കുടിക്കണ വെച്ചു. ഓ, അതന്നെ അവന്റെ കൂട്ടുകാരി. അയ്യോ, ആ കൊച്ചെന്ത് നിന്നെ അടിച്ചത്? അത് മാത്രം അവൻ പറഞ്ഞില്ല. നീലു ആ കൊച്ചിനെ വിളിച്ചു ചോദിക്കാൻ ഫോൺ എടുത്തു. അവൻ ഫോണും പിടിച്ചു മേടിച്ചോണ്ട് ഓടി. എന്നിട്ട് അവളെവിടെ? അവള് ബാങ്കിൽ എന്തോ ആവശ്യത്തിന് പോയേക്കുന്നു. അവള് നിന്നെ ഭയങ്കര അടിയാണ് അടിച്ചത്. അച്ഛൻ വിടച്ച, ഇതൊക്കെ ചീള് കേസ്. നമുക്ക് എത്ര കിട്ടിയേക്കണ്, നമ്മൾ എത്ര കൊടുത്തേക്കണ്. ഇത് ഞാൻ വിട്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കേസായിപ്പോയി. അവൾക്ക് അമ്മേച്ചനുണ്ടല്ലോ, നിനക്കും അമ്മേച്ചനുണ്ട്. രണ്ടും കൂടെ ചോദിക്കട്ടെ. അച്ഛാ വേണ്ട അച്ഛാ, അവിടെ ഒരു പാവം കൊച്ചാണ്, വിട്. പണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ പ്രേമിക്കുന്ന സമയത്ത് ഇതുപോലെ അടി കൂടും. അതുപോലെയാണാ നിങ്ങൾ തമ്മിൽ? ആണാടാ? പിന്നെ ഈ അടി കിട്ടിയതിൽ അതിൽ തെറ്റും പറയാനും പറ്റൂല. ആ മെർലിനെ എൻ്റെ അകത്ത് കയറ്റി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഊക്കി നിർത്തി. അതിപ്പോൾ ജീവൻ കൊണ്ടാണ് ഓടിപ്പോയത്. അതാര് കഴുതി കുറിപ്പിച്ച് നിർത്തിയത്? വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ. എടാ, ഇതെന്ന്? നിങ്ങളാരും ഇവിടെ ഇല്ലാത്ത ദിവസം. ഇങ്ങനെ വേണമെങ്കിൽ ശിഷ്ടകാലം ഞാൻ ജയിലിൽ കിടക്കാം. മെർലിൻ എടാ കേശു? ഞാൻ വിട്ടച്ഛ, ഞാൻ വിട്ട കേസ് വിട്ടെന്ന്. വിട്ടാ? ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ വിളിച്ചു വരുത്തതിന് സോറി. വീട്ടിൽ ഭയങ്കര കലിപ്പായി, അതുകൊണ്ടാണ് വിളിച്ചത്. സംഭവം അമ്മൂമ്മ തന്നെ അടിക്കണ കണ്ടല്ലോ, അതിന്ന് വീട്ടിൽ പറഞ്ഞ്. അപ്പോൾ അച്ഛൻ കേട്ടത്. അച്ഛനങ്ങനെ അടിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മെർലിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും അവരാരെങ്കിലും വന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ തമാശയ്ക്ക് അടിച്ചാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ശരി, അപ്പോൾ കാണാം കേട്ടോ. ഐ സ്റ്റിൽ ലവ് യു. ഓക്കെ, പറഞ്ഞു. എന്ത് ഇവിടെ എന്ത് സംഭവം? എന്ത് അല്ല,
വെള്ളം വെള്ളം കാണാൻ വന്നേ നമ്മുടെ കുളത്തിന്നേ ആ മീൻ പിടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. കാണാൻ വന്നേ അല്ലേ? അങ്ങനെ ചൂണ്ട ഇവിടെ വെച്ച് കൊച്ചെന്തിനു വന്നേ? ഞാന് പാറമട കുളിക്കാൻ വന്നതാ? അല്ല, ഞാൻ കേശു വിളിച്ചിട്ട് വന്നു. അതെ. ആര്? കേശു വിളിച്ചിട്ട് വന്നതാ. വിളിച്ചിട്ട് വന്നാണാ? എടാ നിനക്ക് ഇതുവരെ മതിയായില്ലടാ കൊച്ചേ. ഞങ്ങള് പിന്നെ ആർക്കും തല്ലാൻ വേണ്ടിയിട്ടല്ല വളർത്തണേ. കൊച്ച് ഇവന്റെ ഫ്രണ്ടായി പോയി അല്ലേ? ഇവൻ നല്ല തന്നേനെ. അതെനിക്കറിയാം. അല്ലെങ്കിൽ അവിടെ മൊത്തം അടിയും പിടിയാണല്ലോ. അതാ കേശു ഇങ്ങനെ കൊണ്ടുപോയി പോയത്. നല്ലൊരു ഭാവിയുള്ള ചെക്കനായിരുന്നു. അതിനെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? എങ്ങനെ എൻ്റെ മോനെ ഞാൻ ഒരു ഗുണ്ടായിട്ട് വളർത്തിയതാ. അളിയ എങ്ങനെ ഇവിടെ വന്ന്? നീ ഇങ്ങോട്ട് പതുക്കി പറഞ്ഞുണ്ട്. അപ്പം എനിക്ക് എന്തോ പതുക്കേട് തോന്നി. അതുകൊണ്ട് എന്താ പറയുന്നത് വന്നു കൊച്ചേ? കൊച്ചിനെ അടിച്ചിട്ട് ഞാൻ പറയണ? വായി തോന്നിയത് പറഞ്ഞാൽ ഇനിയും അടിക്കും. ഇതോടാ പറഞ്ഞു നീ? മാമ ഞാൻ പുല്ല് വിളിച്ചു. പുല്ലെന്ന് പെൺകുട്ടികളെ മൊത്തം പുല്ല വിളിക്കാടാ. ഇതിൽ വന്നു പോയതോ? ഫ്ലോയിൽ വന്നു പോയതോ? മോളെ സോറി ഏട്ടാ. സോറി. ഇപ്പൊ ഇങ്ങനെ ഇനിയും കൂടുതൽ വിളിക്കും. വിളിക്കോടാ. ഇല്ലച്ചാ. അതെ, നമ്മൾ വീട്ടിലെ സ്നേഹം വരുമ്പോൾ അങ്ങോട്ടും പൊടാ പുല്ല് എന്നൊക്കെ വിളിക്കും. അത് കേട്ടിട്ടാണ്. അത് സ്നേഹം കൊണ്ട് പോലും വിളിക്കുന്നതാണ്. ഭാര്യ എന്നെ വിളിക്കും, ഞാൻ ഭാര്യയെ വിളിക്കും. പണ്ട് എന്നെ സ്നേഹിച്ചിരുന്നല്ലേ, അതായിരിക്കും പുല്ലെന്നൊക്കെ വിളിക്കുന്നത്. പണ്ട് സ്നേഹിച്ചിരുന്ന കേശു അവൻ സ്നേഹിച്ചപ്പം കുട്ടി സ്നേഹിച്ചില്ലേ? എന്താ സംഭവം? പണ്ട് സ്നേഹിച്ചു, ഇപ്പൊ ഇല്ല. ഞാൻ എന്തിനാ കേൾക്കണത്? മാമി നീ എപ്പോ വന്നു? കൊച്ചേ, നീ ഭയങ്കര തൻ്റെടി അല്ലയോ? കേശുവിന്റെ ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര തൻ്റെ ഒന്നല്ല. ദൈവമേ, കുടുംബത്തെ പറയുന്ന കേട്ടില്ലയോ? ചിലപ്പോ നിന്നെ അടിച്ചിട്ട് അവളെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം വരുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം അവൾക്ക് നിന്നെ ഇഷ്ടമല്ല. ചിരിച്ചോണ്ടിരിക്കണ്ട. നാണം കെടുത്തു കഷ്ടമായില്ല. അവൻ അടിച്ചപ്പോ അവളെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല, ചിരിച്ചോണ്ടിരിക്കാണ്. അതിന്റെ അർത്ഥം എന്താടാ? അവൾക്ക് നിന്റെ അടുത്ത് ഇഷ്ടമല്ല. കിഴങ്ങാ നീ പറയടാ. എന്താടാ പോക്കറ്റ് ഇട്ടേക്കണേ? ഫോണ്. ചുമ്മാ നാണം കെടുത്താ വെട്ടി പോച്ചാ. ആ മതി, എല്ലാരും വാ, വീട്ടിലോട്ട് വാ. വാന്നേ. മോളെ, നീ ഇവിടെ അടുത്താണോ താമസം? വീട്ടിലാരൊക്കെ ഉണ്ട്? മമ്മിയും ഡാഡിയും ഉണ്ട്. എല്ലാവരും ഉണ്ടോ? മോളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ പോ കേട്ടാ, വീട്ടിൽ പോ. മെർലിൻ, മെർലിൻ, സോറി ഫോർ എവരിത്തിങ്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഓക്കെ ആണെന്നാ? ഓക്കെ ആണാ? ഓക്കെ ആണെന്നാ? അതെ, മെർലിൻ്റെ അച്ഛനല്ലേ? യെസ്, മെർലിൻ്റെ ഡാഡിയാണ് വിൻസെന്റ് ഗോമസ്. യെസ്, തോമസ്. നോ, വിൻസെന്റ് ഗോമസ്. ബ്രദറില്ല. ബ്രദർ ഇല്ല. ബ്രദറില്ല. ബ്രദർ ഇൻ ലോ. ഓ ഹോ ഹോ. ഭാര്യയുടെ അനിയൻ. ബ്രദറില്ല. ബ്രദറുണ്ട്. ഓ ഐ സി. ഹു ആർ യു? മീ? യെസ്. ഐ ആം ദ ഫാദർ ഓഫ് കേശു. ഹു ഇസ് കേശു? മേരീസ് ഫ്രണ്ട്. അതായത് ചേട്ടാ, വലിയ പ്രശ്നമൊന്നും ആകണ്ട. പിള്ളേർ തമ്മിൽ വഴക്കാണ്. എന്തോ ഇത്? പിള്ളേരില്ലേ, കേശുവും മെർലിനും അവര് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലോസ്. ഞങ്ങൾ ടോപ്പ് ക്ലാസ് ആണ്. നമ്മൾ മിഡിൽ ക്ലാസ് ആണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വെദർ യു ആർ ഹൈ ക്ലാസ് ഓർ മിഡിൽ ക്ലാസ്. പുവർ മാൻ. ശ്രീകുട്ടാ, ഇത് റൂട്ട് വേറെ. തോമസേ, പറഞ്ഞ കാര്യങ്ങൾ കേക്ക്. വിൻസെന്റ് ഗോമസ്. എന്തായായിക്കോട്ടെ, ഈ നീട്ടി വിളിച്ച് പറയാൻ നിന്നാ സമയം എടുക്കും. ഞാനൊരു ചെറിയ കോൺട്രാക്ടറാണ്. എൻ്റെ മോനാണ് കേശു. എൻ്റെ മോനും നിങ്ങളെ മോള് മെർലിൻ തമ്മിൽ ചെറിയൊരു അടുപ്പമൊക്കെയാണ്. പിന്നെ അടുപ്പം കൂടുമ്പം അങ്ങോട്ട് ഇങ്ങനെ ചെറിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെറിയ സ്നേഹമുണ്ട്. ഇന്ന് ഏത് ഫിലോസഫറാ പറഞ്ഞിരിക്കുന്നത്? ശൂലങ്കുടി വീട്ടിൽ ബാലചന്ദ്രൻ തമ്പി. അങ്ങനെ ഒരു ഫിലോസഫറെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ട്, ഞാൻ തന്നെ.
ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ? ഓഫ് കോഴ്സ് മലയാളം എൻ്റെ മദർ ടങ്ങാണ്. ഈസിലി അണ്ടർസ്റ്റാൻഡ്. കേട്ടാ, ഞാൻ പറഞ്ഞു മടുത്ത്. നീ എന്താണെന്നുണ്ടെങ്കിൽ പറയടേ. ചേട്ടാ, മെർലിനും കേശുവും തമ്മിൽ പിണങ്ങി. അപ്പം എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ മെർലിൻ കേശുവിനെ അടിച്ചു. വാട്ട്? അത് പിള്ളേർ തമ്മിൽ സ്നേഹത്തിലാണ്. അപ്പോൾ അത് ചോദിക്കാമെന്ന് കരുതി ഞാനും ചേട്ടൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മോനായോണ്ട് ഞാൻ പറയല്ല, സ്മാർട്ടാണ്, നന്നായിട്ട് പഠിക്കും, പിന്നെ വലിയ കുടുംബത്തിലുള്ളതാണ്, ഏക്കറണക്കിന് സ്വത്തുണ്ട്. അവൻ്റെ പേരിൽ തന്നെ അല്ലടാ ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ഇനി അതാ അവന് ജോലി കിട്ടിയില്ലെങ്കിലും ഇരുന്ന് തിന്നാൻ വേണ്ടി 3 തലമുറയ്ക്ക് തിന്നാൻ വേണ്ടിയുള്ള സ്വത്ത് യേശുവിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റർ തോമസ് ഗോമസ്, ഒരു 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും. മെർലിനെ ഞങ്ങൾക്ക് തരുമോ? മെർലിൻ! 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 എന്താ ഡാഡി? ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹു ഈസ് കേശു? ഡു യു ഹാവ് എനി കണക്ഷൻ വിത്ത് ഹിം? കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് വിട്ടാ പിന്നെ അത് പറയണ എങ്ങനെ? നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോയേ. നിങ്ങൾക്കറിയോ ഞാൻ ആരാന്ന്? എൻ്റെ മോളെ ബ്ലഡി ഗോമസേ നിർത്ത്, ഒന്ന് അടങ്ങ്. നമ്മൾ പോണ്. ഗോവേ ബ്ലഡി റാസ്കൽസ്. മര്യാദ കേളടാ. എന്തിനാണ് ആരും കണ്ടില്ലടാ? നീ മാത്രമേ കണ്ടോളൂ. ഇവയ്ക്ക് ഓരോ ഞാൻ തീർത്ത് കൊന്നു കേട്ടടാ. മര്യാദയ്ക്ക് കാര്യം സംസാരിക്കുന്നപ്പോ ഐ വിൽ ഷോ യു. എന്തോ ഷോയാണ് കളിക്കാൻ പോണത്? അല്ല പഞ്ഞിക്കിട് ഡാഡി രക്ഷപ്പെട്ടോ, ഗുണ്ടകളാ. ഉണ്ടാ. അയ്യോ അവന്റെ ചാവി അവൻ ഇന്ന് ചാവി യു ഗോ ചാവി അവന്റെ ചാവി ചാവി എന്റെ കാറ് പോട്ടാ. വിൻസെന്റ് ഗോ മസ്റ്റ് ഗോ away from the അടേ എന്തിനല്ലേ ചുമ്മാ ചെടിച്ചട്ടിയൊക്കെ വലിച്ചെറിയാൻ പോയത്? ആകെ എനിക്കിതാണ് ദേഷ്യം വന്നു ഞാൻ പിടിക്കാൻ കിട്ടും. എടേ അയാൾ സംസാരിച്ചേട്ടാ, അയാൾ എന്താ റാസ്കൽ മറ്റൊന്ന്? അയാൾ ആര്? അത് കേട്ട് ടോപ്പ് ക്ലാസ്സാ. നമ്മളും ടോപ്പ് ക്ലാസ് തന്നെടേ. എന്നാലും ഇങ്ങനെയാണ് പെണ്ണ് വയ്ക്കാൻ വേണ്ടി കയറി പോണേ? എനിക്കതല്ല, ഇനി പെണ്ണ് നമ്മളെ വീട്ടിൽ കയറി വരുമ്പോഴേ ആ പെണ്ണിൻ്റെ മുഖത്തങ്ങനെ നോക്കും. നിനക്കെന്നെ ഒന്ന് സമാനപ്പെടുത്തി കൂടായിരുന്നാ? പിന്നെ അയാൾ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാനും അറിയാതെ ഇതായി പോയി. തന്നല്ല ആദ്യം മോക്ക് അടി കൊടുത്ത്, ഇപ്പൊ എടാ ഇതിപ്പോൾ എന്താ നന്നായി. ഇനി ഭാവിയിൽ ഈ കൊച്ചിനങ്ങനെ ക്യാഷ് കെട്ടിയാലേ ബന്ധുക്കളായില്ലേ, അപ്പം ഈ ഇടിയുടെ ചൂടപ്പം കാണും. നമ്മൾ പറഞ്ഞ കേട്ട് മര്യാദയ്ക്ക് കിടന്നോളും. ആദ്യം മോക്ക് അടി കൊടുത്ത്, ഇപ്പൊ അച്ഛനും കൊടുത്ത്, ഇനി അമ്മയ്ക്കും കൂടെ കൊടുക്കാവുള്ളൂ. കൊടുക്കേണ്ടി വരുമെന്നൊക്കെ കൊടുക്കുകയും ചെയ്യും ഞാൻ. അല്ല എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മുട്ട് അതെനിക്ക് ഡൗട്ടുണ്ട്. മുട്ട് കയറ്റി ഇത്തിരി കടുത്തു അല്ലേ? വാ, കേസ് വല്ലതും ആവുമോ? കേസായി കഴിഞ്ഞാൽ നമുക്ക് പടവലത്ത് പോയി നിൽക്കാടേ. പടവലത്താ? എന്ത് പടവലത്ത് അങ്ങനെ? ആ അപ്പൊ അവരങ്ങ് വരൂലേ? വരുത്ത് അങ്ങനെ പിടിക്കൂ. അവിടെ വേറെ പ്രത്യേക മറ്റേ ഇവിടെ പോടാ, റബ്ബറിൻ്റെ ഇടയിൽ പോടാ, അവിടെ നിൽക്കുക അല്ലേ? എന്ത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.